അമേരിക്ക ഇസ്രയേൽ സംയുക്ത സൈനിക നടപടിയിൽ ഇറാനിൽ മരണസംഖ്യ ഉയരുന്നുവെന്ന ഭീതിജനകമായ വാർത്ത വരുന്നു. 180ഓളം കുട്ടികൾ ഉൾപ്പെടെ 1000-ലേറെ ആളുകൾ 5 ദിവസത്തിനിടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അമേരിക്കയുടെ 1,00,000 സൈനികരും 200ഓളം യുദ്ധവിമാനങ്ങളും സൈനിക നടപടിയുടെ ഭാഗമാണെന്നാണ് US സേന അറിയിക്കുന്നത്. ലെബനോണിൽ ഇസ്രയേലിൻ്റെ കരവ്യോമാക്രമണങ്ങളിൽ 100-ലേറെ കൊല്ലപ്പെട്ടുവെന്നും വിവരം ലഭിക്കുന്നു. ഇതിനിടെ ഇറാന്റെ പരമോന്നത നേതാവായി അയത്തുള്ള അലി ഖമനിയുടെ മകൻ മോജ്തബ ഹൊസൈനി ഖമനിയെ തിരഞ്ഞെടുത്തുന്ന വിവരം ലഭിക്കുന്നുണ്ട്. ഖമനിയുടെ സംസ്കാരം വിശുദ്ധ നഗരമായ മഷ്കദിലായിരിക്കും നടക്കുക. വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ തത്സമയം ചേരുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് PP ജെയിംസ്, ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് സരുൺ A ജോസ് എന്നിവർ അടിയന്തരമായി ചേരുകയാണ്. ആദ്യം PP ജെയിംസിലേക്ക്. ജെയിംസ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ 50,000 സേനയാണ് അമേരിക്ക വിന്യസിച്ചതെന്ന് അവർ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും 40,000 പേര് ഓൾറെഡി US-ന്റെ സേനാ താവളങ്ങളിലുണ്ട്. 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകളുണ്ട്. SKN USS എബ്രഹാം ലിങ്കനും USS ജെറാൾഡ് ഫോർഡും, ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി യുദ്ധക്കപ്പൽ. ഇതിൽ രണ്ടിലുമായി 10,000-ഓളം സേനാംഗങ്ങളുണ്ട്. അങ്ങനെയാണ് 50,000 സേനയെ വിന്യസിച്ചിരിക്കുന്നു. 200 യുദ്ധവിമാനങ്ങളുണ്ട്. അതിൽ 165 എണ്ണം 2 വിമാനവാഹിനി കപ്പലുകളിലും ബാക്കി 35 മുതൽ 50 വരെ പുറത്തും. 200 ഈ യുദ്ധവിമാനങ്ങളുമായിട്ടാണ് ഇറാനിൽ ആക്രമണം നടത്തുന്നത്. നേരത്തെ ഇസ്രായേൽ ആദ്യത്തെ ആക്രമണം നടത്തിയത് 200 യുദ്ധവിമാനങ്ങളും അടക്കം 500 സൈനിക കേന്ദ്രങ്ങളിലാണ്. ഇപ്പോൾ 2000 തവണ ആക്രമണം നടത്തിയായി പറയുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ തകർത്ത് കളഞ്ഞതായിട്ടാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവിടെ ആയത്തുള്ള ഖമനായുടെ മകനെ മുജ്തബയെ അവിടെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു എന്ന വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അത് ആദ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാനുമായി ബന്ധപ്പെട്ട ഇൻ്റർനാഷണലാണ്, TV ഇതിലാണ്. അത് സ്വാഭാവികമായിട്ട് അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇനിയും വരാനുണ്ട്. ഒരുപക്ഷെ നേതാക്കളെ മുഴുവൻ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന സാഹചര്യത്തിലായിരിക്കാം അവർ ഔദ്യോഗികമായി സ്ഥിരീകരണം പുറത്തുവിടാത്തത്. ഒപ്പം തന്നെ SKN ഇപ്പോൾ ഏറ്റവും വലിയ ആക്രമണം നടക്കുന്നത് ലെബനോണിലേക്കാണ്. ഇസ്രായേൽ അവിടെ കരയുദ്ധവും നടത്തുന്നു. അതുപോലെ തന്നെ ഏതാണ്ട് ഒരു 35-ലേറെ കേന്ദ്രങ്ങളിലേക്ക് അറ്റാക്ക് നടത്തി. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടെ പാലസ്തീൻ ജിഹാദിൻ്റെ ഒരു കെട്ടിടം ബോംബിട്ട് തകർത്തിട്ടുണ്ട്. അപ്പോൾ ലെബനോണിൽ ശരിക്കും കരയുദ്ധം നടത്തി സ്ഥലങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. 16 ഗ്രാമങ്ങളിൽ നിന്ന് കൂടി ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ കൂടുതലായിട്ടുള്ള അറ്റാക്ക് നടക്കാൻ പോവുകയാണ്. അപ്പം ലെബനോൺ ഹെസ്ബുള്ളയെ തകർക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ്. ഒരുപക്ഷെ SKN നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്നത് ഹെസ്ബുള്ളയെ ഗസയിലെ യുദ്ധമായ സമയത്ത് അവരുടെ പേജർ ബോംബുകൾ പൊട്ടിത്തെറിപ്പിച്ച് ഒരു നെറ്റ്വർക്ക് തന്നെ തകർത്ത് കളഞ്ഞതാണ്. അവരുടെ ഏറ്റവും വലിയ നേതാവ് ഹസൻ നസ്രുള്ളയെ വധിച്ചു. ഹെസ്ബുള്ളയെ കംപ്ലീറ്റ് തകർത്തു എന്നാണ് അവകാശപ്പെട്ടത്. പക്ഷേ ഈ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിക്കാതെ ഇറാനെ പിന്തുണച്ചുകൊണ്ട് ഹെസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്കും തീരദേശ നഗരങ്ങളിലേക്കൊക്കെ വലിയ രീതിയിൽ മിസൈലുകളും ഡ്രോണുകളും അയച്ചു എന്നുള്ളത് ഇസ്രായേലിനെ പ്രത്യേകിച്ച് ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒപ്പം തന്നെ SKN ഈ കടലിൽ, അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലൊക്കെ വലിയ വിന്യാസമാണ് അമേരിക്കയുടെ കപ്പൽപ്പട നടത്തിക്കൊണ്ടിരിക്കുന്നത്. 17 ഇറാൻ കപ്പലുകൾ മുക്കിയെന്നാണ് അമേരിക്ക അവകാശപ്പെട്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് ഇറാൻ കാര്യമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേലിലേക്ക് ഇറാൻ്റെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലിൽ ടെല്ലവീവിലും ഹൈഫയിലും ജെറൂസലം അടക്കമുള്ള സ്ഥലങ്ങളിൽ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും സംഘർഷം കൂടുതൽ രൂക്ഷമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ UAE, സൗദി അറേബ്യ ഇവിടെയൊക്കെ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗത്തെയും ഡ്രോണുകളെയും അവിടുത്തെ പാട്രിയോട്ട് മിസൈലുകൾ ഉപയോഗിച്ച് തകർത്ത് കളയുന്ന വാർത്തകളാണ് നമുക്ക് വരുന്നത്. ഒപ്പം തന്നെ ട്രംപ് ഈ മണിക്കൂറുകളിൽ അതിശക്തമായ ഭാഷയിൽ പറയുന്നു, ഇസ്രായേലല്ല, ഞാൻ തന്നെയാണ് അവരുടെ കൈ പിടിച്ച് ഇതിന് തയ്യാറായത്. അതുകൊണ്ട് മാർക്ക് റൂബിയോയുടെ വാദങ്ങൾ ഇസ്രായേൽ കാരണമാണ് ഞങ്ങൾ യുദ്ധരംഗത്ത് വന്നത്, ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ഞങ്ങളെ കൂടി ആക്രമിക്കും എന്നുള്ള വാദം തള്ളിയിരിക്കുന്നു. ഒപ്പം തന്നെ SKN US കോൺഗ്രസ്സിൽ വലിയ വാദപ്രതിവാദങ്ങൾ
നടക്കുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് വരുന്നത്. US കോൺഗ്രസ് ഡിവൈഡഡ് ആണ്. ട്രംപിൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉടനെ ഉണ്ടായേക്കാമെന്നുള്ള തരത്തിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. ചൈനയുടെ സമ്മർദ്ദം വലിയ രീതിയിൽ ഇറാന് മേൽ വരുന്നുണ്ട്. ഹോർമോസ് കടലിടുക്ക് അടച്ചത് തുറക്കണം, അല്ലെങ്കിൽ ബാഹ്യമായിട്ടെങ്കിലും ഈ പ്രകൃതിവാതകവും എണ്ണയും കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് ചൈന പറഞ്ഞിട്ടുണ്ട്. ചൈനയുടെ നിലപാടുകൾ ചൈന ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഒരു യുദ്ധരംഗത്തേക്ക് ഇറങ്ങി അമേരിക്കയെ ഭീഷണിപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് വലിയ പ്രശ്നമാണ്. കാരണം വെനിൻസുവേലയിലും ഇറാനിലും 2 സ്ഥലത്ത് 80% എണ്ണ വാങ്ങുന്നത് ചൈനയാണ്. ചൈനയുടെ സപ്ലൈ ചെയിൻ തകർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഈ യുദ്ധം ഇറാനെതിരെ മാത്രമല്ല ചൈനയ്ക്കെതിരെ കൂടിയാണെന്നുള്ള വാദം കൂടി ഉണ്ടായിട്ടുണ്ട് SKN. അപ്പോൾ ആ തരത്തിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ തന്നെ ഇടപെട്ട് ഈ മറ്റു രാജ്യങ്ങളിലേക്ക് ഇറാൻ നടത്തുന്ന ശ്രമങ്ങളെ അറ്റാക്കിനെ എതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ സമാധാനം പാലിക്കണം, ചർച്ചകൾ വേണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂടി പ്രശ്നങ്ങൾ സങ്കീർണമാണ്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.